വൈഭവ് സൂര്യവംശി തനിക്കെതിരെ തുടർച്ചയായി ബൗണ്ടറികൾ പായിച്ച സമയത്ത് ജോസ് ഹേസൽവുഡ് ഫീൽഡിൽ ചില മാറ്റങ്ങൾ വരുത്തിയിരുന്നു. മിഡ് ഓണിൽ നിന്നിരുന്ന ഫീൽഡർ ലോങ് ഓൺ ബൗണ്ടറിയുടെ അരികിലേക്ക് പോയി. ഡീപ് പോയിന്റിലെ കാവൽക്കാരൻ സർക്കിളിനുള്ളിലേക്ക് കയറി വന്നു. ലെഗ് സൈഡിലേക്ക് ഷോട്ടുകൾ കളിക്കാനാണ് വൈഭവ് ഇഷ്ടപ്പെടുന്നത് എന്നൊരു തിയറി ക്രിക്കറ്റ് ലോകത്ത് പ്രചരിക്കുന്നുണ്ട്. ഹേസൽവുഡ് ലോങ് ഓണിൽ ഒരു കെണിയൊരുക്കിയത് അതുകൊണ്ടാവാം. നിങ്ങൾ ഒന്നോർക്കുക, കടലോളം അനുഭവസമ്പത്തുള്ള അന്താരാഷ്ട്ര ബൗളറെ ഒരു 15 വയസ്സുകാരൻ പയ്യൻ മെയിൻ ഗെയിമിലൂടെ തോൽപ്പിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത്. (2016) ദക്ഷിണാഫ്രിക്കയുടെ ഓസ്ട്രേലിയൻ പര്യടനം ഓർമ്മ വരികയാണ്. അന്ന് പ്രോട്ടിയാസ് ടീമിലെ പ്രീമിയം ബാറ്ററായിരുന്ന ഹാഷിം ആലെ തുടർച്ചയായി 5 തവണയാണ് ഹേസൽവുഡിനോട് അടിയറവ് പറഞ്ഞത്. ഹേസൽവുഡിനെ മറികടക്കാൻ ആംലെ ഒരുപാട് വീഡിയോകൾ കണ്ടു. തൻ്റെ ബാറ്റിംഗ് ടെക്നിക്കിൽ ചില മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു. എന്നിട്ടും ഹേസൽവുഡ് ആംലയെ കീഴടക്കി. ക്ഷമയുടെ പര്യായമായിരുന്ന ആംല ഹേസൽവുഡിനെതിരെ ക്ഷമ കാട്ടാതെ മോശം ഷോട്ടുകൾ കളിച്ച് പുറത്തായിക്കൊണ്ടേയിരുന്നു. അതാണ് ഹേസൽവുഡ്, മെയിൻ ഗെയിമിൽ ആംലയെപ്പോലും ജയിച്ചവൻ. പക്ഷേ പരസ്പര സ്റ്റേഡിയത്തിൽ വൈഭവുമായി നടന്ന മാനസിക യുദ്ധത്തിൽ ഹേസൽവുഡ് പരാജയപ്പെട്ടു. സൂര്യവംശിയുടെ ബാല്യകാല പരിശീലകൻ ഒരഭിമുഖത്തിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു: ഒരു ഷോട്ട് പഠിക്കുന്ന സമയത്ത് വൈഭവ് മണിക്കൂറുകളോളം തുടർച്ചയായി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമെന്ന്. ആരെങ്കിലും നിർബന്ധിച്ചാൽ മാത്രമേ അവൻ പരിശീലനം നിർത്തുകയുള്ളൂ. ഈ കഠിനാധ്വാനം തന്നെയാണ് വൈഭവിനെ വേറിട്ട് നിർത്തുന്നത്. ജസ്പ്രീത് ബുംറയെയും ജോസ് ഹേസൽവുഡിനെയും നിർദ്ദയം പ്രഹരിക്കാൻ പ്രതിഭ മാത്രം മതിയാകില്ല. അതിന് നല്ല പരിശ്രമവും ആത്മസമർപ്പണവും കൂടി വേണം. ഭുവനേഷ് കുമാർ ഫുൾ ലെങ്തിൽ ഒരു ഇൻസിംഗർ എറിയുമ്പോൾ ഹൈബാക്ക് ലിഫ്റ്റുള്ള സൂര്യവംശിയുടെ ബാറ്റ് കൃത്യസമയത്ത് താഴെ എത്തുന്നുണ്ട്. സ്ലോ ബോളുകൾ വരുമ്പോൾ വൈഭവ് കൃത്യമായി അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. പന്തിനെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ഒരു ബാറ്റർക്ക് മാത്രം സാധിക്കുന്ന കാര്യങ്ങളാണ് ഇവയെല്ലാം. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരെ 26 പന്തുകളിൽ നിന്ന് 78 റൺസുകളാണ് വൈഭവ് വാരിക്കൂട്ടിയത്. പക്ഷേ ഔട്ടായ നേരത്ത് ഒരു പരാജിതനെ പോലെയാണ് അയാൾ നടന്നു നീങ്ങിയത്. ആ ബാലിന് റൺസിനോടുള്ള അടങ്ങാത്ത ആർത്തിയാണ്. ഓസ്ട്രേലിയൻ മണ്ണിൽ ടെസ്റ്റ് സെഞ്ചുറി നേടിയ സച്ചിൻ ടെണ്ടുൽക്കർ എന്ന ടീനേജറെ മീശക്കൊമ്പനായ ഫാസ്റ്റ് ബൗളർ മെർവി ഹൂസ് അഭിനന്ദിക്കുന്ന ചിത്രം നാം കണ്ടിട്ടുണ്ട്. അതുപോലെ വൈഭവിനെ അഭിനന്ദിക്കാൻ ഹേസൽവുഡ് തയ്യാറാകുമെന്ന കാര്യം തീർച്ചയാണ്. പ്രായം വെറും ഒരു അക്കമാണെന്ന് ഓർമ്മിപ്പിക്കുന്ന ചില അപൂർവ പ്രതിഭകളുണ്ട്. ബാറ്റേന്താൻ മാത്രം പ്രായമുള്ള ഒരു പയ്യൻ, പക്ഷേ അവൻ്റെ നെഞ്ചിലെ തീയിന് ഒരു കാട്ടുതീയുടെ കരുത്തുണ്ട്. വൈഭവ് സൂര്യവംശി ക്രിക്കറ്റ് ലോകം സമീപകാലത്ത് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭയരഹിതനായ യുവതാരമാണയാൾ. ലക്ഷക്കണക്കിന് കാണികൾ തിങ്ങി നിറഞ്ഞ സ്റ്റേഡിയത്തിലെ ആരവങ്ങളോ മുന്നിൽ പന്തെറിയാൻ നിൽക്കുന്ന എതിരാളിയുടെ വലുപ്പമോ ഒന്നും അവനെ ഒട്ടും ഭയപ്പെടുത്തുന്നില്ല. യാതൊരു സമ്മർദ്ദവുമില്ലാതെ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ക്രീസിലേക്ക് നടക്കുന്ന ഈ ചെറുപ്പക്കാരൻ്റെ കണ്ണുകളിൽ ഒരൊറ്റ വികാരം മാത്രമേയുള്ളൂ: അചഞ്ചലമായ ധൈര്യം. ലോകത്തിലെ ഏറ്റവും മികച്ച ബാറ്റർമാർ പോലും ബഹുമാനത്തോടെയും അല്പം ഭയത്തോടെയും മാത്രം നേരിടുന്ന ബൗളർമാരാണ് അവന് മുന്നിൽ പന്തെറിയാനെത്തിയത്. മാറ്റ് ഹെൻറി, മുഹമ്മദ് സിറാജ്, സിംഗ് രാജാവ്, ഭുവനേശ്വർ കുമാർ, പോരാത്തതിന് സാക്ഷാൽ ജസ്പ്രീത് ബുംറയും ഹേസൽവുഡും. എന്നാൽ ഈ കൊച്ചുമിടുക്കൻ അവരെ നേരിട്ട രീതിയോ ചരിത്രമാണ്. താൻ നേരിട്ട ഓരോ മത്സരത്തിലെയും ആദ്യ പന്തിൽ തന്നെ ബൗണ്ടറികൾ പായിച്ചുകൊണ്ട് അവൻ ലോകത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. ബുംറയെപ്പോലൊരു ഇതിഹാസത്തിന്റെ ആദ്യ പന്ത് തന്നെ സിക്സർ പറത്തണമെങ്കിൽ അതിനു വേണ്ടത് വെറുമൊരു ഭാഗ്യമല്ല, അതിരുകളില്ലാത്ത ചങ്കൂറ്റമാണ്. ലോക ക്രിക്കറ്റിലെ ഈ പേസ് രാജാക്കന്മാരെ അവൻ അതിൻ്റെതായ യാതൊരു ഭയമില്ലാതെയാണ് നേരിട്ടത്. ഇത് കേവലമൊരു തുടക്കം മാത്രമാണ്, ഒരു കൊടുങ്കാറ്റിന് മുമ്പുള്ള ഒരു സൂചന. ലോകത്തിലെ ഏറ്റവും മികച്ച ബൗളർമാരെ ഒരു തരി പോലും ഭയമില്ലാതെ അടിച്ചൊതുക്കാൻ ഈ ചെറുപ്രായത്തിൽ തന്നെ അവന് കഴിയുന്നുണ്ടെങ്കിൽ വരും കാലങ്ങളിൽ അവൻ ക്രിക്കറ്റ് ലോകം ഭരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ലോക ക്രിക്കറ്റിനെ അടക്കി ഭരിക്കാൻ പോകുന്ന നാളെയുടെ ഇതിഹാസമാണവൻ. അതാണ് വൈഭവ് സൂര്യവംശി. ഈ പേര് ലോകം ഓർത്തു വെക്കും. കാരണം വരും കാലങ്ങളിൽ ക്രിക്കറ്റ് ചരിത്രം ഈ പേരിന് ചുറ്റും കറങ്ങാൻ പോകുകയാണ്.
അവൻ വരുന്നത് വെറുമൊരു താരമാകാനല്ല, ക്രിക്കറ്റിലെ അടുത്ത വലിയ അധ്യായമാകാനാണ്. ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ പുതിയ ബാറ്റിംഗ് വിസ്മയമായി മാറിയിരിക്കുകയാണ് ഈ യുവതാരമെന്നതിൽ ഒരു സംശയവുമില്ല. കഴിഞ്ഞ RCBക്കെതിരെയുള്ള മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനായി അവിസ്മരണീയമായ പ്രകടനമാണ് വൈഭവ് കാഴ്ചവെച്ചത്. വെറും 26 പന്തുകൾ നേരിട്ട താരം 7 ഫോറുകളും 8 സിക്സറുകളും ഉൾപ്പെടെ 78 റൺസാണ് അടിച്ചുകൂട്ടിയത്. വൈഭവിന്റെ ഈ വെടിക്കെട്ട് ഇന്നിംഗ്സ് രാജസ്ഥാന്റെ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ചു. ബൗളർ ആരാണ് എന്നത് തന്നെ ബാധിക്കാറില്ലെന്ന് വൈഭവ് മത്സരശേഷം പ്രതികരിക്കുന്നുണ്ട്. പരിശീലന വേളയിൽ പഠിച്ച കാര്യങ്ങൾ ഗ്രൗണ്ടിൽ നടപ്പിലാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. എതിരാളി ആരാണെന്ന ബോധം മനസ്സിലുണ്ടാകുമെന്നത് ശരിയാണ്, പക്ഷേ നേരിടേണ്ടത് പന്തിനെയാണ്, പന്തെറിയുന്ന ആളെയല്ല എന്നായിരുന്നു താരത്തിന്റെ വാക്കുകൾ. ലോകത്തിലെ ഏറ്റവും മികച്ച പേസർമാരെ നിഷ്പ്രഭമാക്കിയ ആത്മവിശ്വാസം ഈ വാക്കുകളിൽ പ്രകടമായിരുന്നു. തൻ്റെ വിജയത്തിന് പിന്നിൽ പിതാവ് സഞ്ജീവിനും രാജസ്ഥാൻ റോയൽസിലെ സപ്പോർട്ട് സ്റ്റാഫ് റോമി ബിന്ദറിനും വലിയ പങ്കുണ്ടെന്ന് വൈഭവ് സ്മരിച്ചു. അവർ എപ്പോഴും കൂടെയുണ്ടാകാറുണ്ടെന്നും ക്രിക്കറ്റിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയമാണിതെന്നും ഇതൊരു നീണ്ട യാത്രയുടെ തുടക്കം മാത്രമാണെന്നും അവർ ഓർമ്മിപ്പിക്കാറുണ്ടെന്നും താരം കൂട്ടിച്ചേർത്തു. മികച്ച സ്കോർ നേടിയിട്ടും 78 റൺസിൽ പുറത്തായതിൽ വൈഭവ് ചെറിയ നിരാശ പ്രകടിപ്പിച്ചു. ഒരു 20 റൺസ് കൂടെ അധികം നേടിയിരുന്നുവെങ്കിൽ അത് ടീമിന് കൂടുതൽ കരുത്താകുമായിരുന്നു എന്നാണ് താരം വിശ്വസിക്കുന്നത്. സെഞ്ചുറി നഷ്ടമായതിനേക്കാൾ ടീമിന് നൽകാൻ കഴിയുമായിരുന്ന കൂടുതൽ സംഭാവനയെക്കുറിച്ചാണ് യുവതാരം ആലോചിക്കുന്നത്. ഈ സീസണിൽ കളിച്ച 4 മത്സരങ്ങളിൽ നിന്ന് 2 അർദ്ധ സെഞ്ചുറികൾ വൈഭവ് ഇതിനോടകം തന്നെ സ്വന്തമാക്കി കഴിഞ്ഞു. ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ ആദ്യ മത്സരത്തിൽ 52 റൺസ് എടുത്ത് താരം വരവറിയിച്ചിരുന്നു. നിലവിൽ 200 റൺസുമായി ഈ സീസണിലെ റൺവേട്ടക്കാരുടെ പട്ടികയിൽ 1ാം സ്ഥാനത്താണ് വൈഭവ് സൂര്യവംശി. കഴിഞ്ഞ സീസണിലും ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെക്കാൻ വൈഭവിന് സാധിച്ചിട്ടുണ്ട്. അന്ന് 7 മത്സരങ്ങളിൽ നിന്ന് ഒരു സെഞ്ചുറി അടക്കം 282 റൺസാണ് താരം നേടിയത്. ഈ മികവ് നിലവിലെ സീസണിലും തുടരുന്നത് രാജസ്ഥാൻ റോയൽസ് ക്യാമ്പിന് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്.